അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇനി ഇവിടെ കൊടുത്തത് ക്വസ്റ്റ്യൻ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. ഖൈർ എന്നതിൽ റായിനെ തർക്കീക്ക് ചെയ്യണം. കാരണം എന്ത്? സിമ്പിളാണ്. ഖൈർ സുക്കൂനുള്ള റാ ഖൈറുൻ എന്നാണുള്ളത്. പക്ഷെ വഖഫ് ചെയ്യുമ്പോൾ അവിടെ ആയത്ത് നിർത്തുകയാണെങ്കിൽ നമ്മൾ ഖൈർ സുക്കൂനാണ് കൊടുക്കുക. അപ്പോൾ സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നാൽ റായിനെ തർക്കീക്ക് ചെയ്യണം, അഥവാ നേർപ്പിച്ചു ചരിക്കണം. ഇതാണ് അവിടെ എഴുതേണ്ടത്. കമരി അക്ഷരങ്ങളിൽ 8 എഴുതുക. 8 നമുക്കറിയാം. അലിഫ് ഒരക്ഷരം എടുക്കുക. അലിഫ് ബ അല്ലേ, തായും സായും എഴുതാൻ പറ്റില്ല. പിന്നെ ജീം ഹ ഹ. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുക ഫ ഖ വ മ യ. ഇതൊക്കെ എഴുതാൻ പറ്റും അല്ലേ. നമ്മളത് ഷംസി അക്ഷരത്തിൻ്റെ നല്ലോണം പഠിച്ചാൽ ബാക്കിയുള്ള എല്ലാ അക്ഷരവും കമരി ആയിരിക്കും. നമുക്കത് ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതിത്തരാം. കമരി അക്ഷരങ്ങൾ അലിഫ് ബ ജീം ഹ ഖ 5 8 അല്ലേ. പിന്നെ നമുക്കുള്ളത് പിന്നുള്ളൊക്കെ കമരി ഷംസി അക്ഷരങ്ങളാണ്. പിന്നെ ലാസ്റ്റിലേക്ക് നോക്കിയാൽ മതി. ഫ ഫ ഖ വ അങ്ങനെ 3 6 8. ഓക്കെ. അലിഫിനെയും വാവിനെയും തഫ്ഹീം ചെയ്യണം. എപ്പോൾ? വസ്സലിയത്തിൻ കിള്ള എന്ന തഫ്ഹീമിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം അലിഫും വാവും വന്നാൽ തഫ്ഹീം ചെയ്യണം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്, നല്ലോണം മനസ്സിലാക്കുക. ഹുസ്സലിയത്തിൻ ഹ സ്വ ല ഓ ഹുസ്സലിയ ലിയ ഹുസ്സലിയത്തിൻ ഖി ല ല. ഈ അക്ഷരങ്ങൾക്ക് ഹുസ്സലിയത്തിൻ കിള്ള, ഈ അക്ഷരങ്ങൾക്ക് ശേഷം അലിഫോ വാവോ വന്നാൽ അതിനെ വലുതാക്കി പറയണം. ലോ ഹ സ്വ. ഇനി ലു ഹു സു. അസ്റാ ബി അബ്ദിഹി ലൈലൻ എന്നതിലെ ഹാഇനെ ലമീറിനെ നീട്ടി ഓതണം. കാരണം എന്ത്? ഈ ഹാഇന് മുമ്പ് ശേഷവും ഹറക്കത്തായതുകൊണ്ട്. ഹാഇന് മുമ്പ് ശേഷവും ഹറക്കത്തായതുകൊണ്ട്. മുത്തമാസിലാനി എന്നാൽ എന്ത്? മഹ്റജും സിഫത്തും ഒന്നാവുന്നതിനാണ് എന്ത് പറയുക? മുത്തമാസിലാനി എന്ന് പറയാം. മഹ്റജും സിഫത്തും ഒന്നാകുന്നതിനാണ് എന്ത് പറയാം? മുത്തമാസിലാനി എന്ന് പറയുന്നത്. ഒന്നാകുന്നതിനാണ്. ഉദാഹരണം ബ ബ അല്ലേ, അതിന് നമ്മൾ ഭ എന്നാക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? മുത്തമാസിലാനി എന്ന് പറയുന്നത്. സിഹിർ എന്നുള്ളതിനെ റായിനെ തർക്കീക്ക് ചെയ്യാനുള്ള കാരണം സുക്കൂനുള്ള റാ റുൻ എന്നുള്ള നിർത്തുമെന്തായി മാറും? എന്നാവും. അതിനുമുള്ള ഹാഇന് സുക്കൂന്, അതിനുമുള്ള സീന് കസർ. ഓക്കെ, അതാണ് അതിനുള്ള കാരണം. ഇനി ഷംസിയായ അക്ഷരങ്ങൾ എന്നാൽ എന്ത്? ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് അല്ല് വന്നാൽ ഇത് ആമാണ് ചെയ്യുക, അല്ല് വായിക്കുകയില്ല. പിന്നെ ഹ ഉൽ അമീറിൻ്റെ പാഠം. ഹാഇന് മുമ്പും ശേഷവും ഹറക്കത്താണെങ്കിൽ നീട്ടി ഓതണം. ഒരു അലിഫിൻ്റെ കതിർ നീട്ടണം. ഹായിന് ഷംസാണെങ്കിൽ മദ് മുൻഫസിൽ 3.5 അലിഫിൻ്റെ കതിർ നീട്ടണം. ഹായിന് മുമ്പോ ശേഷമോ സുക്കൂനാണെങ്കിൽ നീട്ടാൻ പാടില്ല. ഇനി ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് ആമ് എന്ന് പറഞ്ഞാൽ ഇത് ആമ് 3 തരത്തിലുള്ള മുത്തമാസിലാനി എന്ന് പറഞ്ഞാൽ മഹ്റജു സിഫത്ത് ഒന്നാവുന്നതിന്. പിന്നെ മുത്തജാനിസാനി മഹ്റജ് ഒന്നാണ്, സിഫത്തിൽ വ്യത്യാസമുണ്ട്. മുത്തഖാരിബാനി എന്ന് പറഞ്ഞാൽ
മുതഖാരിബാനി എന്ന് പറഞ്ഞാൽ മഖ്റജു സിഫത്ത് മഖ്റജ് അടുത്തടുത്ത് വരിക, സിഫത്തിൽ കൂടുതൽ യോജിക്കുക. ഇതിന് മുതഖാരിബാനി. ഇത് 3 വിശദീകരിക്കാം. ഇദ്ആം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള അക്ഷരത്തെ തൊട്ടടുത്തുള്ള ഹർക്കത്തുള്ള അക്ഷരത്തിൽ ഷദ് കൊടുത്ത് ചേർത്ത് വായിക്കുക. ഇതോടുകൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്വസ്റ്റ്യൻ വരും. അസ്സലാമു അലൈക്കും.